നാട്ടിലെ കത്തിടപാടുകളൊക്കെ വാട്സപ്പ് കൈയടക്കി, അല്ലെങ്കിൽ പാഴ്സൽ സർവീസൊക്കെ മറ്റ് സ്വകാര്യ കൊറിയർ സർവീസുകൾ കൊണ്ടുപോയി. അപ്പോൾ നമ്മുടെ പോസ്റ്റ് ഓഫീസുകളിൽ പണിയൊന്നും ഇല്ലാതെ ഇരുന്നപ്പോൾ കേന്ദ്രം തീരുമാനിച്ചു അവർക്കൊരു ബാങ്കിങ് മേഖല കൂടി തുറന്നു കൊടുക്കാം. അങ്ങനെ മുമ്പ് മുതലേ ഉണ്ടെങ്കിൽ പോലും പോസ്റ്റ് ഓഫീസ് സേവിങ് സിസ്റ്റവും ബാങ്കിങ്ങും ഒക്കെ ഇപ്പോൾ ധാരാളം പേർ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ പോസ്റ്റ് ഓഫീസുകൾ ഒരു ചെറിയ ബാങ്കിൻ്റെ സ്വഭാവത്തോടു കൂടിയാണ് നാട്ടിൽ പ്രവർത്തിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഇത് കള്ളന്മാർക്കും അറിയാം. പോസ്റ്റ് ഓഫീസിൽ സുരക്ഷ കുറവാണെന്ന് നമുക്കൊക്കെ അറിയാം. ചില പെട്ടിക്കട പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പോസ്റ്റ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. ചില പോസ്റ്റ് ഓഫീസുകൾ നല്ല 5 സ്റ്റാർ ഫെസിലിറ്റിയിൽ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസുകളുമുണ്ട്. എങ്കിലും താരതമ്യേന അത്യാധുനിക സംവിധാനങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാത്ത കെട്ടിടങ്ങളിലൊക്കെയാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ കടയ്ക്കലിൽ പ്രവർത്തിച്ചിരുന്ന പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞ ദിവസം കള്ളന്മാർ കുത്തി തുറന്നു. കള്ളന്മാർ കുത്തി തുറന്ന ചെറിയ തുകയാണ്, താരതമ്യേന ചെറിയ തുകയാണ്. 1,20,000 രൂപയാണ് മോഷ്ടിച്ചു കൊണ്ടുപോയത്. പക്ഷേ ഈ തുക നിക്ഷേപിച്ചിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് സാധാരണക്കാരായ വ്യക്തികളാണ്. എന്തെങ്കിലും തൊഴിലുറപ്പ് തൊഴിലാളികളോ വീട്ടുജോലിക്ക് പോകുന്ന ആളുകളോ അവരൊക്കെയാണ് ആഴ്ചയിൽ ഇത്ര രൂപ എന്ന സമ്പാദ്യ പദ്ധതി, അല്ലെങ്കിൽ ദിവസം ഇത്ര രൂപ എന്ന സമ്പാദ്യ പദ്ധതി, അങ്ങനെ ഒരു നിശ്ചിത തുകയൊക്കെ പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കുന്നത്. അതാത് ദിവസങ്ങളിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ഈ തുക കൈമാറുന്ന രീതി ഇല്ല. അന്നന്ന് തന്നെ അടയ്ക്കണമെന്നില്ല. ഓരോ ആഴ്ച കൂടുമ്പോഴൊക്കെ ആയിരിക്കാം പോസ്റ്റ് ഓഫീസിൽ നിന്ന് ബാങ്കുകളിലേക്ക് പൈസ മാറ്റുന്നത്. ഇത് അറിയാവുന്ന കള്ളന്മാർ ധാരാളമുണ്ട്. അവരതുകൊണ്ട് പോസ്റ്റ് ഓഫീസ് കൊള്ളയടിക്കാൻ തീരുമാനിച്ചു. പാവങ്ങളുടെ പൈസ കൊള്ളയടിക്കാൻ തീരുമാനിച്ചു. വമ്പൻ ബാങ്ക് കൊള്ളയൊക്കെ നമ്മൾ കേട്ട് തഴമ്പിച്ച വാർത്തകളാണ്. പക്ഷേ പോസ്റ്റ് ഓഫീസ് കൊള്ള എന്ന് പറയുമ്പോൾ അത് സാധാരണക്കാരനെ അതിഭീകരമായി, എല്ലാം സാധാരണക്കാരെ ബാധിക്കുന്നതാണെങ്കിലും പോസ്റ്റ് ഓഫീസ് കൊള്ള എന്ന് പറയുമ്പോൾ അതൊരു തീരെ സാധാരണക്കാരായ ആളുകളെ കൊള്ളയടിക്കുന്നതിന് തുല്യമാണ്. ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്ന കാലമാണെങ്കിലും ഈ കടക്കലിൽ നടന്നത് എങ്ങനെയാണ്? കടക്കൽ പോലീസ് സ്റ്റേഷൻ്റെ മൂക്കിന് താഴെയാണ് ഈ പോസ്റ്റ് ഓഫീസ്. പോലീസ് സ്റ്റേഷനും പോസ്റ്റ് ഓഫീസും അടുത്തടുത്താണ്. പോലീസ് രാത്രികാല പെട്രോളിംഗ് ഒക്കെ നടത്തുന്നുണ്ടെന്ന് വീരവാദമൊക്കെ മുഴക്കുന്നുണ്ടെങ്കിലും അവിടെ അങ്ങനെ നടന്നിരുന്നുവെങ്കിൽ ഈ മോഷണം നടക്കില്ലായിരുന്നു. കാരണം ഈ ഒരു ക്ഷേത്രമുണ്ട്, മാടന്നട ക്ഷേത്രം. അതിന് തൊട്ടടുത്ത സിവിൽ സ്റ്റേഷൻ, ആ ഭാഗം വഴി അതുവഴി വരുമ്പോൾ പോസ്റ്റ് ഓഫീസിൻ്റെ പിൻഭാഗം കാണാം. പിൻഭാഗത്തുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി ഇരുമ്പ് ഏണി ഉപയോഗിച്ച് പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന് മുകളിലെത്തി അവിടെയുള്ള ചെറിയ ജനാല പൊളിച്ചു മാറ്റിയ ശേഷം അകത്ത് കടന്ന് ലോക്കർ റൂമിൻ്റെ ഡോറ് തുറന്നത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ഡോറ് തുറന്ന് ലോക്കർ എടുത്ത് സെൻട്രൽ, അതായത് പ്രധാനപ്പെട്ട ഹാളിൽ കൊണ്ടുവച്ച് അതുപോലെ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തുറന്നൊക്കെയാണ് മോഷ്ടാക്കൾ പൈസ എടുത്തുകൊണ്ട് പോയത്. ആലോചിച്ച് നോക്കുക. മറ്റൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി ഇരുമ്പ് ഏണി വെച്ച് ഈ പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിൽ ഇറങ്ങി എന്നിട്ട് ഈ കൊള്ള നടത്തി. ഈ മോഷ്ടാക്കൾ ഒരാളായിരിക്കില്ല, ഒന്നിലധികം ആളുകൾ ഉണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന. മോഷ്ടാക്കൾ വളരെ അധികം സമയം ഈ കെട്ടിടത്തിനുള്ളിൽ ചെലവഴിച്ചു. എന്നിട്ട് ഇതേ വന്ന വഴി തന്നെ ഇവർ ഇറങ്ങി പോവുകയും ചെയ്തു. വന്ന വഴി ഇറങ്ങി തേവലക്കരയിൽ കഴിഞ്ഞ ദിവസം സോളാർ പാനൽ വച്ചിരിക്കുന്ന ഹോൾ വഴിയാണ് ഒരു സൂപ്പർ മാർക്കറ്റിനുള്ളിൽ കള്ളൻ കയറി മോഷ്ടിച്ചു കൊണ്ടുപോയത്. അവിടെ സൂപ്പർ മാർക്കറ്റിൽ CCTV ഉണ്ടായിരുന്നത് കൊണ്ട് കള്ളൻ്റെ മുഖമൊഴികെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. തേവലക്കരയിലാണ് ആ മോഷണം നടന്നത്. ഇതും സമാനമാണ്. കടക്കലും വന്ന വഴി തന്നെ ഈ മോഷ്ടാക്കൾ പോയിട്ടുണ്ട് എന്നാണ്. അതും മാടനാട് ക്ഷേത്രത്തിനും സിവിൽ സ്റ്റേഷനും മധ്യത്തിലൂടെയുള്ള വഴിയിലൂടെ മോഷ്ടാക്കൾ സഞ്ചരിച്ച് തൊട്ടടുത്ത ടാക്സി സ്റ്റാൻഡിലെത്തി അവിടെ നിന്ന് എസ്കേപ്പായി എന്നാണ് പോലീസിന്റെ നിഗമനം. പോലീസ് സമീപത്ത് കടകളിലെ CCTV ഒക്കെ പരിശോധിച്ചു, യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. പോസ്റ്റ് ഓഫീസിൽ ദൗർഭാഗ്യവശാൽ CCTV സ്ഥാപിച്ചിട്ടുമില്ല. ഏതായാലും നമ്മുടെ സംസ്ഥാനത്തെ പോസ്റ്റ് ഓഫീസുകൾ കുറച്ചുകൂടി സുരക്ഷിതമാകണം എന്നത് വളരെ സുവ്യക്തമാണ് ഈ സംഭവത്തിലൂടെ. കാരണം അവിടെ നിക്ഷേപമുണ്ട്, അവിടെ ആളുകളുടെ പൈസ സൂക്ഷിച്ചിട്ടുണ്ടാകും. ഇതൊക്കെ കൃത്യമായി അറിയാവുന്ന ഏതോ കള്ളനാണ് അല്ലെങ്കിൽ ആരോ ആണ് ഈ മോഷണത്തിന് എല്ലാവിധ ചുക്കാൻ പിടിച്ചതും അല്ലെങ്കിൽ മോഷണ സംഘത്തിൽ ഉണ്ടായിരുന്നതെന്ന നിഗമനത്തിലാണ് പോലീസ്. കള്ളനെ ഉടനെ പൊക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ പോലീസിൻ്റെ അനാസ്ഥ ചില ഭാഗങ്ങളിൽ ഉണ്ടായി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല.